ചേസ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ധനുഷ്കോടി യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാലക്കുടിയിൽ നിന്ന് രാത്രി 11 മണിയോടെ പുറപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബ്ലോക്കുകളായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആദ്യം നേരിടേണ്ടി വന്ന ആമ്പല്ലൂരിലെ അടിപ്പാത വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. പാതിരാത്രി ആയതുകൊണ്ടാവും സിംഗിൾ ലൈൻ ട്രാഫിക് ആയിട്ട് പോലും വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പക്ഷേ ഇവിടെയും ഹൈവേ കടന്നു പോകുന്ന മെയിൻ സ്ലാബിൻ്റെ പണി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ചുരുക്കത്തിൽ ഇനിയും കാലമേറെ കാത്തിരിക്കേണ്ടി വരും എന്ന് ചുരുക്കം. അധികം വൈകാതെ ₹1 പോലും ടോൾ കൊടുക്കാതെ ഞങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസ കടന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പല വഴികൾ നോക്കിയിട്ടും ടോൾ പിരിക്കാൻ പറ്റാതെ കോടതി ഉത്തരവ് മൂലം സൗജന്യമായാണ് ഇതിലെ യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിയമം സാധാരണക്കാർക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ഒരുപോലെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ടോൾ പ്ലാസ കഴിഞ്ഞതോടുകൂടി യാത്ര കുറച്ചുകൂടി സുഗമമായി. വാഹനം അത്യാവശ്യം സ്പീഡിൽ യാത്ര തുടർന്നു. തൃശ്ശൂർ കഴിഞ്ഞാൽ അധികം വൈകാതെ കുതിരാൻ തുരങ്കത്തിൻ്റെ വരവായി. ഒരു കാലത്ത് സ്ഥിരം ബ്ലോക്കിന് പേരുകേട്ട സ്ഥലമായിരുന്നു കുതിരാൻ. ഇവിടെ ഇപ്പോൾ പുതിയ തുരങ്കപാതയിലൂടെ വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്നു. 2021 ഏകദേശം ₹200 കോടി മുടക്കി 1 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ തുരങ്കം പൂർത്തിയായിട്ടുള്ളത്. ഇരുദിശകളിലുമായി 3 വരി ഗതാഗതം ഇപ്പോൾ ഇതിലൂടെ സാധ്യമാണ്. ആദ്യമായി ഇതുവഴി കടന്നു പോകുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഈ തുരങ്കപാത ഇപ്പോഴും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. 1.5 മിനിറ്റോളം സമയമെടുത്താണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. അധികം വൈകാതെ ചിപ്സുകൾക്കും വഴിയോര ചായക്കടകൾക്കും പേരുകേട്ട വടക്കാഞ്ചേരിയുടെ വരവായി. തുടർന്ന് വന്ന പന്നിയങ്കര ടോൾ പ്ലാസയിൽ പൈസ കൊടുത്തു തന്നെ ഞങ്ങൾ കടന്നുപോയി. വഴികൾ നല്ലതാണെങ്കിൽ ടോൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം തോന്നും. പകരം 4, 5, 10 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ട് വീണ്ടും ടോൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ തോന്നുന്നത് പുച്ഛമല്ലാതെ മറ്റെന്താണ്. ഈ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടിയ 2 നല്ല ചായക്കടകൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടം വിട്ടതോടെ ഞങ്ങൾ വീണ്ടും നല്ല സ്പീഡിലായി. പക്ഷേ അധികം വൈകാതെ വഴി വീണ്ടും സിംഗിൾ ലൈൻ ട്രാഫിക്കിലേക്കായി. എങ്കിൽ പോലും ഒരുത്തനും ഡിമ്മടിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ മഴ കൂടി വന്നാൽ റോഡിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. പല സ്ഥലങ്ങളിലും നല്ല വെളിച്ചവും വീതിയുമുണ്ട് എങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടായിരിക്കും നല്ല ഇരുട്ടിലേക്ക് വണ്ടി ചെന്ന് കയറുന്നത്. ഈ വഴിയിൽ പല സ്ഥലത്തും സ്പീഡ് ക്യാമറകൾ നിങ്ങളുടെ വാഹനത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. പാലക്കാട് എത്തുന്നതിന് മുൻപ് 2-3 സ്ഥലങ്ങളിൽ കൂടി അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. മേൽപ്പാലത്തോടൊപ്പം സർവീസ് റോഡ് കൂടി പൂർത്തീകരിക്കേണ്ടത് നിർമ്മാണ കമ്പനി തന്നെയാണ്. എന്നാൽ പിന്നെ അതാദ്യം പൂർത്തീകരിച്ചുകൂടെ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ അതിലൊരു ത്രില്ലില്ല എന്നുള്ളതായിരിക്കും അവരുടെ മറുപടി. ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ലൈൻ ട്രാഫിക്കും നല്ല വഴികളും മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. പാലക്കാട് എത്തുമ്പോൾ ദേശീയപാതയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പാലത്തിൻ്റെ അടിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു വേണം പോകാൻ. ഇവിടെ നിന്ന് നമ്മൾ പൊള്ളാച്ചി ഡയറക്ഷനിലേക്ക് മാറുകയാണ്. ഇവിടെ മുതൽ കുറച്ച് ദൂരം ഹൈവേ അല്ലാത്തതിൻ്റെ സങ്കടം വഴിക്കുണ്ടായിരുന്നു. വെളിച്ചവും കുറഞ്ഞു, വഴിയുടെ അവസ്ഥയും കുറച്ചുകൂടെ മോശമായി. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെ ഏകദേശം 40 കിലോമീറ്ററാണ് ദൂരം. പകൽ ഈ വഴിക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാത്രി ആയതിനാൽ ആ പ്രശ്നമില്ലായിരുന്നു. തമിഴ്നാട്ടിലെ ഇത്തരം കളർഫുൾ സിഗ്നൽ ബോർഡുകൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഉറക്കം വരുന്ന ഡ്രൈവർമാർക്ക് ഒരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട്.
സാധാരണഗതിയിൽ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നത് ഒരൊറ്റ ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇപ്പോൾ മൂന്നാർ വരെ എറണാകുളത്ത് നിന്ന് ഒരു 200-250 കിലോമീറ്റർ ഓടി വരുന്നു. വീണ്ടും അതേ വഴിക്ക് തന്നെ അതേ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്നു. പക്ഷെ നമ്മളൊരു റൗണ്ട് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടുമായിരിക്കും. പക്ഷേ പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് ഒരു ബോറടിക്കാത്ത വഴികളിലൂടെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുവാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് പൊള്ളാച്ചി വരെ വന്ന് അവിടെ നിന്ന് വാൽപ്പാറ, വാഴച്ചാല്, അതിരപ്പള്ളി വഴിക്ക് തിരിച്ചു പോവാം. അല്ലെങ്കിൽ പൊള്ളാച്ചിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയുള്ള പുതുമൽപേട്ട എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മറയൂർ, കാന്തല്ലൂർ, മൂന്നാർ, വട്ടവട കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇപ്പോൾ ഈ ധനുഷ്കോടി ട്രിപ്പിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മൂന്നാർ, വട്ടവട വഴിക്ക് തിരിച്ച് ചാലക്കുടിയിലേക്ക് എത്തുവാനും വഴികളുണ്ട്. പൊള്ളാച്ചി പഴനി പുതിയ പാതയിൽ അടിപൊളി റോഡാണ്. അവിടെ ചില അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രമേ ഡീവിയേഷൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല റോഡാണ്. വണ്ടിക്കും നല്ലത്, ഓടിക്കുന്നവർക്കും ടെൻഷനില്ല. പഴനി ഔട്ടർ റോഡിൽ എത്തിയപ്പോഴേക്കും രാവിലെ മണി 3 കഴിഞ്ഞു. ഇനിയൊരു ചായ കുടിച്ചിട്ടാവാം യാത്ര എന്ന് തീരുമാനിച്ചു. തൽക്കാലം നമ്മൾ പഴനി കയറുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു നല്ല ഹോട്ടലായിരുന്നു അത്. നല്ല കാപ്പിയും കിട്ടി. അധികം വൈകാതെ അടുത്ത ടോളിൻ്റെ സമയമായി. നാട്ടിലെ പോലെയല്ല, ഇവിടെ ടോൾ ബൂത്തുകൾ കാണുമ്പോൾ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം വഴി നന്നാക്കിയിട്ടാണല്ലോ ടോൾ പിരിക്കുന്നത് എന്നുള്ള ഒരു സമാധാനം. യാത്ര ഈ വഴിയിലേക്ക് എത്തിയപ്പോൾ എനിക്കൊരു സംശയം. ഇതാണോ സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ചാനലിൽ കാണിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ റോഡുകൾ? അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ നടക്കും അല്ലേ? അധികം വൈകാതെ ഞങ്ങൾ മറ്റൊരു കാഴ്ച കണ്ടു. പൊള്ളാച്ചി പഴനി ഭാഗത്ത് ധാരാളമുള്ള വിൻഡ് മില്ലിൻ്റെ പങ്കകളാണിത്. വളരെ ശ്രദ്ധാപൂർവമാണ് അതിൻ്റെ യാത്ര. കാരണം നല്ല നീട്ടമുണ്ടായിരുന്നു. അധികം വൈകാതെ ഞങ്ങളും ഒരു ട്രെയിലറിൻ്റെ പുറകിലേക്ക് എത്തി. ഭീമാകാരമാണ് അതിൻ്റെ പങ്കുകൾ. ഇത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഈ ഭീമൻ ട്രെയിലറിൻ്റെ ഡ്രൈവറെ സമ്മതിക്കണം. ഇതുപോലുള്ള 2-3 പങ്കുകൾ അടങ്ങിയതാണ് ഒരു വിൻഡ് മിൽ എന്ന് ഓർക്കണം. സമയം 5 മണിയോടടുത്ത് കാണണം. അങ്ങ് ദൂരെ സൂര്യൻ ഉദിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ 6 മണി ആയപ്പോഴേക്കും ഞങ്ങൾ മധുര ടൗണിലേക്ക് പ്രവേശിച്ചു. സാമാന്യം നല്ല തിരക്കുള്ള ടൗണാണ് മധുര. എങ്കിലും അതിരാവിലെ ആയതിനാൽ വലിയ തിരക്കിലായിരുന്നു. മധുരയിൽ ഞങ്ങൾ ആദ്യം എത്തിയത് ഈ സെൻറ് മേരീസ് കത്തീഡ്രലിലേക്കാണ്. വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടിലാണ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് ഒരു സെമിനാരി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മാതാവിൻ്റെ വിവിധ ഭാവത്തിലുള്ള രൂപങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു. പള്ളിക്കകത്തേക്ക് കയറിയല്ലേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പോലെയുള്ള ഒരു രൂപങ്ങളല്ല അവിടെയുള്ളത്. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഒരു പഴയകാല പള്ളികളെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലാണ് അതിനകത്ത് വർണ്ണവിധാനങ്ങളും അതിൻ്റെ മച്ചിലുള്ള കാഴ്ചകളും. പള്ളിയിൽ നിന്നിറങ്ങിയ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് പ്രശസ്തമായ മുരുകൻ ഇറ്റലി എന്നുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ്. മധുര വഴിക്ക് പോകുന്നവർ മുരുകൻ ഇഡ്ഡലിയും പ്രശസ്തമായ ഫേമസ് മധുരൈ ജിഗർദണ്ഡയും ഒരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്.
അധികം വൈകാതെ ഞങ്ങൾക്ക് മുന്നിൽ ഒരു പട്ടി ഷോ അരങ്ങേറി. ശരിക്കും ഇതാണ് പട്ടി ഷോ. വൈകുന്നേരം ടി വിയിൽ കാണുന്ന ചില ചാനൽ ചർച്ചകൾ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. മധുരയുടെ പ്രധാനപ്പെട്ട നഗരവീഥികളാണ് ഇതെല്ലാം. രാവിലെ ആയതിനാൽ തിരക്കായി വരുന്നതേ ഉള്ളൂ. അധികം വൈകാതെ ഞങ്ങൾ മധുരയിലെ പ്രശസ്തമായ മുരുകൻ ഇഡ്ഡലി എന്ന വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് എത്തി. ഒരുപക്ഷെ അന്നത്തെ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കണം ഞങ്ങൾ. ഇതാണ് മെനു കാർഡ്. റവ ദോശ, സാദാ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, പൊടി ഇഡ്ഡലി, ബട്ടർ ഇഡ്ഡലി എന്നിവയാണ് പ്രധാന ഐറ്റംസ്. പിന്നെ അവരുടെ തനതായ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം വാങ്ങാം. നമ്മുടെ മധുരൈ ജോസ് ആലുക്കാസിൻ്റെ ഷോറൂം മുരുകൻ ഇഡ്ഡലിയുടെ നേരെ ഓപ്പോസിറ്റാണ്. മുരുകൻ ഇഡ്ഡലി കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വയർ നിറഞ്ഞു. ഇനി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. തമിഴ്നാട്ടിലെ എല്ലാ പട്ടണങ്ങളിലെയും പോലെ തന്നെയാണ് ഇവിടുത്തെ തെരുവുകളും. അത്യാവശ്യം വൃത്തിഹീനമായ എങ്കിലും തിരക്കേടില്ലാത്ത ഒരു വലിയ പട്ടണം. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അമ്പലത്തിലേക്ക് നടന്നു. ഇതാണ് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴി. അമ്പലത്തിൻ്റെ 4 വശത്തും ഇതുപോലെ വഴികളുണ്ട്. അമ്പലത്തിൽ മൊബൈലുകൾക്ക് കർശന നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ ബർമുഡ മുതലായ വസ്ത്രങ്ങളും അനുവദിക്കില്ല. അമ്പലത്തിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു അമ്പലം. അമ്പലത്തിൻ്റെ 4 ചുറ്റും ഇതുപോലെയുള്ള വലിയ പ്രധാന ഗോപുരങ്ങളുണ്ട്. ചിത്രത്തിൽ തന്നെ അതുപോലുള്ള 3 ഗോപുരങ്ങൾ കാണാം. അമ്പലത്തിലേക്ക് കയറുമ്പോൾ കയറിയ വഴിയിലൂടെ തന്നെ ഇറങ്ങുവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പാർക്കിംഗ് കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടാകും. അമ്പലത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. തമിഴ്നാട്ടിലെ റോഡുകളിൽ നല്ല സ്പീഡായി വരുമ്പോഴായിരിക്കും ഇതുപോലുള്ള ബ്രേക്കറുകൾ കണ്ണിൽപ്പെടുക. പക്ഷെ വലിയ വാഹനങ്ങളൊന്നും ഇവിടെ വലിയ കാര്യമായി സ്പീഡ് കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഈ വീഡിയോകൾ ഒരിക്കലെങ്കിലും ഈ വഴിക്ക് വരാൻ സാധിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഒരിക്കൽ പോലും ഈ വഴിക്ക് വരാൻ സാധിക്കാത്തവർക്ക് കൂടി വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ് ദൃശ്യങ്ങൾ കുറച്ച് കൂടുതൽ പകർത്തുന്നത്. രാമേശ്വരം പാമ്പൻ പാലം എത്തുന്നതിന് മുൻപ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അരിയമ്മൻ ബീച്ചായി. നല്ല ഉച്ച സമയമായതുകൊണ്ട് ഞാൻ ഒരു സൈഡിലിരുന്ന് ദൃശ്യങ്ങൾ പകർത്തി. നല്ല വിസ്താരമുള്ള ബീച്ചാണ്. രാവിലെയോ വൈകിട്ടോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ആസ്വദിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ അവിടെ വന്നിട്ടുള്ളവരിൽ പലരും എന്നെപ്പോലെ വെയിൽ കണ്ട് മാറി നിൽക്കുന്നവരല്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ ഞങ്ങൾ കരിമ്പനകൾക്കിടയിലൂടെ മധുര രാമേശ്വരം റെയിൽപാത മുറിച്ചു കടന്നു വീണ്ടും പ്രധാന റോഡിലേക്ക് എത്തി.
ആര്യമ്മൻ ബീച്ചിൽ നിന്നിറങ്ങി പ്രധാന റോഡിൽ രാമേശ്വരം വഴി യാത്ര തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ സീനിയപ്പ ദർഗയോടനുബന്ധിച്ച അടിപൊളി ബീച്ച് കാണാം. പോകുന്ന വഴി ഇതുപോലെ കുറച്ചൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചല്ല, മുഴുവൻ വഴിയും ഇതുപോലെയായിരുന്നു. എങ്കിൽ പോലും കാഴ്ചകൾ നഷ്ടമായില്ല. ഇതുപോലെ അടിപൊളി കരിമ്പനകൾ കണ്ട് ഒരു വെറൈറ്റി ബീച്ച് തന്നെയായിരുന്നു സീനിയപ്പ ദർഗ ബീച്ച്. ഒരിക്കലെങ്കിലും ഈ വഴി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മറക്കരുത് സീനിയപ്പ ദർഗ. നമ്മുടെ നാട്ടിൽ വഴിയോര കച്ചവടക്കാർ കൊണ്ടുവരുന്ന പനനങ്ക് ഇവിടെയൊന്നും ആരും കളക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം മുഴുവനും അവിടെ പനയുടെ ചുവട്ടിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. ബീച്ചിലേക്ക് എത്തുമ്പോഴേക്കും പനകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ദർഗയ്ക്ക് സമീപം വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് എത്തിയ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഇവരാണ്. ഇതാണ് സീനിയപ്പ ദർഗ ബീച്ച്. നല്ല തെളിഞ്ഞ ജലം. എനിക്കും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുളിയൊന്നും നടന്നില്ല. കാഴ്ചകൾ കാണൽ മാത്രമായി ചുരുങ്ങി. ഇതും ഒരു കടലാണ് എന്ന് ഓർക്കണം. അടിത്തട്ടിലെ ചെറിയ കരടുകൾ പോലും എത്ര വൃത്തിയായിട്ടാണ് കാണുന്നത്. കുളിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചു ദൂരം കടലിലൂടെ നടന്ന് ഞാൻ എൻ്റെ ആഗ്രഹം തീർത്തു. കാഴ്ചകൾ കണ്ട് മടങ്ങാനൊരുങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഒരു വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ കാണാൻ. ഇതാണ് സീനിയപ്പ ദർഗയുടെ മുൻഭാഗം. ഞങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. നിസ്കാരം കഴിഞ്ഞ് ആൾക്കാർ മടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സമീപത്തെ സ്ത്രീകളാവണം. അവർക്ക് വേണ്ടി ഒരുക്കിയ ചില കച്ചവട സാധനങ്ങളും അവിടെ കണ്ടു. അവിടെ നിന്ന് മടങ്ങിയ ഞങ്ങൾക്ക് മുന്നിൽ ഈ വേലിക്കെട്ടുകളെത്തി. നേരത്തെ കണ്ട പനകളുടെ പട്ട മാത്രം വെട്ടിയൊതുക്കി നല്ല വൃത്തിയായി അടക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറമ്പുകളുടെ വേലിയും മറ്റും തിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ പ്രധാന റോഡിലേക്ക് എത്തി റൈറ്റിലേക്ക് രാമേശ്വരം ഭാഗത്തേക്ക് യാത്ര തുടർന്നു. അധികം വൈകാതെ റോഡിൻ്റെ ഇടതുവശത്തായി മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ കാണാം. പാമ്പൻ പാലം വരുന്നതിന് മുൻപ് ഇവിടെ വരെയായിരുന്നു ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി ചെന്നപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ദർഗയുടെ അടുത്ത് കണ്ട കടൽ റോഡിനോട് ചേർന്ന് വന്നു. ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ നേരത്തെ അരിയമ്മൻ ബീച്ചിൽ കണ്ട കടൽ ഇപ്പോൾ റോഡിനോട് ചേർന്ന് തന്നെയുണ്ട്. നമ്മളും റോഡിൻ്റെ ഇരുവശത്ത് രണ്ട് കടലുകളും. ഇവിടെ റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യനും ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളുമാണ്. അങ്ങനെ ഞങ്ങൾ കാലങ്ങളായി കാത്തിരുന്ന പാമ്പൻ പാലത്തിലേക്ക് എത്തി. ഒരു ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ഈ പാലത്തിലേക്ക് വണ്ടി കയറിയപ്പോൾ. പല പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട ട്രിപ്പാണ് ഇന്ന് പൂർത്തിയാകുന്നത്.
പലപ്പോഴും ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം കണ്ട് സമാധാനപ്പെട്ടിരുന്ന എൻ്റെ മുന്നിൽ ഇതാ പാമ്പൻ പാലം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ. അപ്രതീക്ഷിതമായാണ് ആ ചൂളംവിളി എൻ്റെ കാതിലേക്ക് എത്തിയത്. വണ്ടി നിർത്തി ചാടിയിറങ്ങി പാമ്പൻ പാലത്തിലൂടെ ഓടുന്ന ട്രെയിനിൻ്റെ ദൃശ്യം. ഒരു വലിയ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന പെരുമ്പാമ്പിനെ പോലെയായിരുന്നു ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ദൃശ്യം കാണാൻ. മൊബൈലുമായി രാമേശ്വരത്തെത്തുന്ന എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത്. സമയക്കുറവ് മൂലം പലർക്കും ലഭ്യമാകാതെ പോയ ആ ദൃശ്യങ്ങൾ ഇതാ എൻ്റെ ക്യാമറയിൽ. ട്രെയിൻ സമാന്തരമായ റെയിൽ പാളത്തിലൂടെയാണ് പോകുന്നത് എങ്കിലും വാഹനങ്ങൾ പോകുന്ന പാലവും അപ്പോൾ നന്നായി വരയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചു. പഴയ റെയിൽ പാലത്തിലെ പോലെ തന്നെ വേണമെങ്കിൽ ഉയർത്താവുന്ന രീതിയിൽ തന്നെയാണ് പുതിയ പാലത്തിൻ്റെയും ഒരു ഭാഗം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ട്രെയിൻ കടന്നു പോകുന്നത് ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ പാലത്തിലൂടെയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. ഇവിടെയും നല്ല തെളിഞ്ഞ കടലാണ് പാലത്തിൻ്റെ അടിയിലുള്ളത്. ട്രെയിനെ യാത്രയാക്കി ഞങ്ങൾ പാലത്തിലൂടെ യാത്ര തുടർന്നു. പാമ്പൻ പാലത്തിൻ്റെ ഇരുകരകളിലും ഒട്ടനവധി ചെറിയ മീൻപിടുത്ത ബോട്ടുകൾ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു. 98ഓളം മീൻപിടുത്ത ബോട്ടുകൾ ഞാനിവിടെ എണ്ണിത്തീർത്തു. ചെറിയ ഓളപ്പരപ്പിൽ ചാഞ്ചാടുന്ന ഈ ബോട്ടിനെ നോക്കി എത്ര നേരം നിന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെയും അടിത്തട്ടിലെ പഞ്ചാര മണൽ വരെ കാണുന്ന നല്ല ക്ലിയർ ജലമാണുള്ളത്. അധികം വൈകാതെ പാമ്പൻ പാലത്തിലെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങളുടെ താമസ സ്ഥലമായ TTDCയുടെ ആലയം എന്ന ഗസ്റ്റ് ഹൗസിലേക്ക് യാത്രയായി. പാമ്പൻ പാലത്തിൽ നിന്ന് ഏറെക്കുറെ 4-5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത്. വളരെ വിസ്തൃതമായ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആലയം TTDCയുടെ കീഴിലാണ്. ചിലപ്പോൾ ഡയറക്റ്റ് സൈറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റ് ട്രാവൽ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. വളരെ റീസണബിൾ പ്രൈസിൽ സേഫായി താമസിക്കാവുന്ന ഒരു സുന്ദരമായ ഇടം. ഇത്രയും കാലം ചിത്രം മാത്രമായിരുന്ന പാമ്പൻ പാലത്തിൻ്റെ ഒരു വലിയ ചിത്രം കൂടി അവിടെ കണ്ടു. തമിഴ്നാട്ടിൽ നമുക്ക് എവിടെയും ധൈര്യമായി തങ്ങാവുന്ന ഒരു അക്കോമഡേഷനാണ് TTDCയുടെ ഇത്. വളരെ വിസ്തൃതമായ കോമ്പൗണ്ടിലായിരിക്കും ഓരോ അക്കോമഡേഷനും ഉള്ളത്. ഊട്ടിയിലായാലും കൊടൈക്കനാലിലായാലും കന്യാകുമാരിയിലായാലും ഇതുപോലെ തന്നെ വിസ്തൃതമായ കോമ്പൗണ്ടുകളാണ് അവർക്കുള്ളത്. തമിഴ്നാട്ടിൽ പിന്നെ സ്ഥല ലഭ്യത ഒരു പ്രശ്നമല്ലല്ലോ. മറ്റ് അക്കോമഡേഷനുകൾ ചുരുങ്ങിയ സ്ഥലത്ത് പരമാവധി റൂമുകൾ ഒരുക്കി നമ്മളെ ഒരു തിരക്കിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത്രയും വിശാലമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. 6 പേർക്ക് താമസിക്കാവുന്ന ഞങ്ങളെടുത്ത non-AC റൂമിന് നോർമൽ ഡേയ്സിൽ 3000 രൂപയും വീക്കെൻഡിൽ 3600 രൂപയുമാണ് വാടക. ട്രാവൽ സൈറ്റുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റോടു കൂടി നിങ്ങൾക്ക് ഈ മുറികൾ ലഭിക്കും. അതിവിശാലമായിരുന്നു മുറി. 3 വലിയ ബെഡുകളും TV ഉണ്ട്.
ഒരു കുളിക്കുവാനുള്ള മുറിയും ഒരു ടോയ്ലറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നു എന്നുള്ളതായിരുന്നു ഒരു കുഴപ്പം. പ്രായമായവർക്ക് അതൊരു ബുദ്ധിമുട്ടായേക്കാം. റൂമിലധികം സമയം കളയാതെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ധനുഷ്കോടിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. വൈകിട്ട് ഏറെക്കുറെ 5 മണി ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ. ജംഗ്ഷൻ കഴിഞ്ഞതോടെ വഴികൾ വിജനമായി, നല്ല പാതയും. ഞങ്ങളുടെ യാത്ര മാക്സിമം സ്പീഡിലായി. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇരുവശവും തണൽ വിരിച്ച ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. എത്ര ദൂരം ഡ്രൈവ് ചെയ്താലും ഞങ്ങൾ തന്നെ തലേദിവസം രാത്രി 11 മണിക്ക് തുടങ്ങിയതാണ്. എങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഒരു വല്ലാത്ത സുഖം. ഇനിയും എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം എന്ന് മനസ്സും ശരീരവും വണ്ടിയും പോലും തയ്യാറായ പോലെ. ഇങ്ങനെയാവണം റോഡുകൾ, ഇങ്ങനെ ആയിരിക്കണം റോഡുകൾ. ശേഷം കാഴ്ചകൾക്കായി കാണുക പാർട്ട് 2.